السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് വിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ 1 മുതൽ ഇത്രയും ദിവസങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയുടെ 1500-ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന 1500-ാമത്തെ മീലാദിൻ്റെ വേളയിൽ ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ തൗഫീഖാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ദിവസങ്ങൾ നമുക്കൊരുമിച്ചിരുന്ന് പഠിക്കാനും കേൾക്കാനും അറിയാനും സാധിച്ചു എന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അവസരം കൂടിയാണ്. തൗഫീഖാണ്. വമിനല്ലാഹി തൗഫീഖ്. തൗഫീഖ് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. തൗഫീഖ് എല്ലാവർക്കും ലഭിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് അള്ളാഹു തആല തൗഫീഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് എന്ന ആയത്തിൽ. അപ്പോൾ തൗഫീഖ് അതൊരു കിട്ടാക്കനിയാണ്. അള്ളാഹു തആല എല്ലാ ഖൈറുകൾക്കും ഇതുപോലെ തൗഫീഖുള്ളവരിൽ നമ്മയെല്ലാം ചേർത്തിത്തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരമാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ രോമാഞ്ചമാണ്, നമ്മുടെ ഇഷ്കിൻ്റെ മഹബത്തിൻ്റെ ഖിബലയാണ് പരിശുദ്ധ മദീന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹ. ഒരു സർപ്പം രാവിലെ സർപ്പം തൻ്റെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് അന്നം തേടി ഇറങ്ങി എവിടെയെല്ലാം കറങ്ങി ചുറ്റിത്തിരിഞ്ഞ് അവസാനം തൻ്റെ മാളത്തിലേക്ക്, തൻ്റെ വാസസ്ഥലത്തിലേക്ക് വഴിതെറ്റാതെ ആ സർപ്പം തിരിച്ചെത്തുന്നതുപോലെ ഈമാൻ ലോകത്ത് പല ഭാഗങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് അവസാനം മദീനയിലേക്ക് മടങ്ങുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിൻ്റെ അഭയകേന്ദ്രം അൽ മദീനത്തുൽ മുനവ്വറയാണ്. കാരണം എന്താണ്? മുഅ്മിനീങ്ങളുടെ നേതാവ് അൽ മദീനത്തുൽ മുനവ്വറയിലാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതുകൊണ്ട് അന്ത്യനാൾ അടുക്കുമ്പോൾ ഈമാൻ മദീനയിൽ മാത്രമായി ചുരുങ്ങും. ഈമാൻ മദീനയിലേക്ക് അടഞ്ഞു പോകും, മദീനയിലേക്ക് ചുരുങ്ങിപ്പോകും, മദീനയിൽ അഭയം പ്രാപിക്കുമെന്നാണ്. അല്ലാഹു തആല ഈമാനിൻ്റെ അഹ്ലുകാരിൽ നമ്മയെല്ലാം ചേർത്തിത്തരട്ടെ. വിശുദ്ധമായ അൽ മദീനത്തുൽ മുനവ്വറ നമ്മുടെയൊക്കെ അഭയകേന്ദ്രമാണ്. എല്ലാ കാലത്തും ആശിഖീങ്ങളുടെ ഹൃദയ ഭാജനമാണ് അൽ മദീനത്തുൽ മുനവ്വറ. കാരണം എന്താണ്? നമ്മുടെ പ്രണയഭാജം അവിടെയാണുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബിൻ്റെ ഇമാമാണ്. ബഹുമാനപ്പെട്ടവർ മദീനത്തെ മസ്ജിദുൻ നബവിയിലെ റസൂലുള്ളാഹിൻ്റെ പള്ളിയിലെ മുദർരിസായിരുന്നു. അവരെ സ്ഥാനപ്പേര് ഇമാമു ദാരിൽ ഹിജ്റ എന്ന അപരനാമത്തിലാണ് മാലിക് ഇമാം അറിയപ്പെടുന്നത്. എന്താണ് അതിനു കാരണം? ബഹുമാനപ്പെട്ടവർ മദീനയിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാറില്ല. ചെരുപ്പിടാതെ നഗ്നവാദനായിട്ടാണ് മദീനയിൽ നടക്കാറുള്ളത്. അവിടുന്ന് ശബ്ദത്തിൽ ഒച്ചവെക്കാറില്ല, ശബ്ദിക്കാറില്ല, സംസാരിക്കാറില്ല അൽ മദീനത്തുൽ മുനവ്വറയിൽ വെച്ചുകൊണ്ട്. മാത്രമല്ല, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ചോദിച്ചു വന്നാൽ, തങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടാൽ നേരെ പോയി കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് മുടിയൊക്കെ ചീകി
നല്ല തലപ്പാവ് ധരിച്ച് നല്ല ഹുദൂറുൽ കൽബോടുകൂടെ ഹുദൂറുൽ കൽബോടുകൂടെ ഹുദൂറിലായി നല്ല നിലക്ക് വന്നിരുന്ന് അത്തറുകളൊക്കെ പൂശി വലിയ ബഹുമാനത്തോടെ ആയിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്, പറഞ്ഞു കൊടുത്തിരുന്നത്. ഒരു വേള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, തങ്ങളെ ഹദീസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാലിനൊരു തേള് കടിക്കുകയാണ്. അതിശക്തമായ വേദന ഉണ്ടായിട്ടും ആ കാലനക്കാതെ, അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ, ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് പൂർത്തീകരിക്കാതെ മറ്റൊന്നിലേക്ക് തിരിയൽ അദബുകേടാണല്ലോ എന്ന മനോഭാവത്തോടുകൂടെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കാലനക്കാതെ വേദനകളൊക്കെ സഹിച്ചുകൊണ്ട് ക്ലാസ് തുടരുകയായിരുന്നു. ഇത്രമേൽ ഹബീബിനെ സ്നേഹിച്ചവരായിരുന്നു സയ്യിദുന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് മദീനത്ത് മൂത്രിക്കാറില്ല, മറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കാറില്ല. ആ മൂത്രിക്കാനോ മറ്റോ ഒക്കെ വന്നാൽ ബഹുമാനപ്പെട്ടവര് അന്യനാട്ടിലേക്ക്, തൊട്ടപ്പുറത്തുള്ള നാട്ടിലേക്ക് പോകുമായിരുന്നു. കാരണം എൻ്റെ ഹബീബ് കിടക്കുന്ന മദീനയിൽ അതിന് പറ്റിയ സ്ഥലമല്ല എന്നായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ മഹബത്തിൻ്റെ വിചാരം. അവിടുത്തെ മഹബത്തിൻ്റെ കൽബ്, സംസാരം അങ്ങനെയായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ സ്നേഹിച്ചവരായിരുന്നു. ആ രൂപത്തിലൊന്നും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഹബീബായ തങ്ങളെ നമുക്ക് സാധിക്കുന്നത് പോലെ നമ്മൾ സ്നേഹിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരു അറാബിയായ മനുഷ്യൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് വന്നുകൊണ്ട് ചോദിച്ചില്ല, നബിയെ മത്തസ്സഅ യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ? തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞല്ലോ, വമാ അഅദത്ത ലഹ, ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അയാള് തൻ്റെ അമലുകൾ ഇങ്ങനെ വിചിന്തനം നടത്തിയിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ധാരാളം അമലുകളൊന്നുമില്ല, പക്ഷേ ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. അപ്പം അള്ളാഹിൻ്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഫഅൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത്, നീ ആരോടാണോ ഇഷ്ടം വെക്കുന്നത്, മഹബത്ത് വെക്കുന്നത്, അവരോടൊപ്പമാണ് നീ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വഹാബത്തൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം തങ്ങളെ പറഞ്ഞ വാക്കുകളെ കൂട്ടത്തിൽ വെച്ച് ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ചത്, ഏറ്റവും ആനന്ദം കൊണ്ടത് ഈ ഒരു വാക്ക് കേട്ടപ്പോഴാണ്. ഫഅൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത്, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, അവരോടൊപ്പമാണ് നാളെ നീ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഞങ്ങൾക്കേറെ പ്രതീക്ഷ നൽകുന്ന വാക്കാണ് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ച വാക്ക് എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വഹാബത്തുകളൊക്കെ പറയുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മുടെ സ്നേഹബന്ധങ്ങൾ അത് അൽ മദീനത്തുൽ മുനവ്വറയിലേക്കാകണം. നമ്മുടെ ഹൃദയം അൽ മദീനത്തുൽ മുനവ്വറയാകുന്ന പ്രണയത്തിൻ്റെ ഖിബിലയിലേക്ക് നമ്മൾ തിരിച്ചു വെക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രണയങ്ങൾ യഥാർത്ഥമാകുന്നത്. ലോകത്തുള്ള എല്ലാ പ്രണയങ്ങളും നമുക്ക് നഷ്ടവും ടെൻഷനുകളും മാത്രമാണ് നൽകുക, അത് മാത്രമേ ബാക്കിയാവുകയുള്ളൂ. എന്നാൽ യഥാർത്ഥ പ്രണയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാകുമ്പോൾ അവിടത്തോടുള്ള പ്രണയം നമുക്ക് വലിയ പ്രതീക്ഷയും ആനന്ദവും സന്തോഷവും മാത്രമാണ് നൽകുക. കാരണം തങ്ങളെ പ്രണയിച്ച ഒരാളെയും തങ്ങളെ സ്നേഹിച്ച ഒരാളെയും അള്ളാഹു ഹബീബായ തങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല, അവിടുന്ന് പരിഗണിക്കാതെ ഇരുന്നിട്ടില്ല. തങ്ങളെ ബഹുമാനിച്ചവരെ തങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട്, തങ്ങളെ സ്വീകരിച്ചവരെ തങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ പ്രണയത്തെ, നമ്മുടെ ഇഷ്ടത്തെ, നമ്മുടെ പ്രണയാഭ്യർത്ഥനയെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തട്ടുകയില്ല. തങ്ങളെപ്പോഴും നമ്മളെ കാത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ അതെൻ്റെ മുമ്പിൽ എനിക്കിങ്ങനെ കാണിക്കപ്പെടും, ആ നന്മ കണ്ട് ഞാനിങ്ങനെ സന്തോഷിക്കും. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ അതും എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെടും, അപ്പോൾ ഞാനിങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കും, വല്ലാതെ സങ്കടപ്പെടും. ഹബീബിങ്ങളെ, നമ്മൾ കാരണം എത്രയോ തവണ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ലേ? നാം ചെയ്ത തെറ്റുകൾ കണ്ടിട്ട്, നാം രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന ഓരോ തെറ്റുകളും കണ്ടിട്ട്
നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വേദനിച്ചിട്ടുണ്ടാകും. ആ ഹബീബിനെ ഇനിയും നമ്മൾ എന്തിനാണ് വേദനിപ്പിക്കുന്നത്? അതുകൊണ്ട് ഹറാമുകളോട് നമുക്ക് നോ പറയാം, തെറ്റുകളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാം. പ്രണയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാക്കാം. നമ്മുടെ ലഹരി അത് ഹബീബിനോടുള്ള ആ പ്രണയത്തിൻ്റെ, ഇഷ്കിൻ്റെ, മഹബത്തിൻ്റെ, മവദ്ദത്തിൻ്റെ ആ ഒരു ലഹരിയാക്കി നമുക്ക് മാറ്റിയെടുക്കാം. സ്വഹാബത്ത് തങ്ങളെ സ്നേഹിച്ചതുപോലെ കാലാന്തരങ്ങളിൽ കഴിഞ്ഞുപോയ വലിയ വലിയ മഹാന്മാർ, ആഷിക്കീങ്ങൾ, എന്തിനേറെ പറയണം, നമ്മുടെ നാടുകളിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ എത്രയോ ആളുകൾ അവർക്ക് ഹബീബിനെ പ്രണയിച്ച ആ ഒരു വല്ലാത്ത പ്രണയമുണ്ട്. തങ്ങളെ പേര് കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? തങ്ങളെ പേര് പറയുമ്പോൾ കണ്ടമിടറുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? തങ്ങളെ അഹ്ലുബൈത്തിനെ കാണുമ്പോൾ തങ്ങളോടുള്ള ബഹുമാനം അഹ്ലുബൈത്തിനോട് കാണിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെ അതൊക്കെ ഇഷ്കിൻ്റെ വലിയ വ്യത്യസ്തങ്ങളായ തലങ്ങളാണ്, വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളാണ്. ആ രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. ലൈല മജ്നൂൻ പറഞ്ഞതുപോലെ എനിക്കെൻ്റെ കാമുകയുടെ നാട്ടിലെ നായ പോലും പ്രിയപ്പെട്ടതാണ് എന്നതുപോലെ നാം സ്നേഹിക്കുന്ന നമ്മുടെ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം. ആ ഹബീബ് എന്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടാനും, എന്തിനെല്ലാം വെറുത്തിട്ടുണ്ടോ അതിനെല്ലാം വെറുക്കാനും നമുക്ക് പറ്റണം. അപ്പോഴല്ലേ നാം നമ്മുടെ ഇഷ്ക്, നമ്മുടെ മഹബത്ത്, നമ്മുടെ സ്നേഹം, പ്രണയം പൂർണ്ണമാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വഹാബത്ത് സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രണയത്തിൻ്റെ കഥകൾ എത്രയോ പറയാനുണ്ട്. അവിടുത്തെ കഥകൾ ബഹുമാനപ്പെട്ടവർ ഇബാദത്തുകളുടെ സ്വഹാബത്തിൻ്റെ ഇബാദത്തുകളുടെ കഥകൾ പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബാദത്തുകൾ ധാരാളം പറയാൻ നാം കണ്ടുകൊള്ളണമെന്നില്ല. എന്നാൽ സ്വഹാബത്ത് കരസ്ഥമാക്കിയതിനേക്കാൾ ഉയർന്ന പദവി ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ തങ്ങളോടുള്ള വലിയ സ്നേഹമായിരുന്നു. നിഴലില്ലാത്ത നബിക്ക് നിഴലായി കൂടെ നിന്ന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് സ്വഹാബാക്കളുടെ ചരിതങ്ങൾ, കഥകൾ നമുക്ക് പറയാനുണ്ട്. എൻ്റെ ഹബീബില്ലാത്ത മദീന എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധ്യമല്ല. തങ്ങളില്ലാത്ത മദീനയിൽ നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. തങ്ങളില്ലാത്ത മദീനയിൽ ബാങ്ക് വിളിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞ് മദീന വിട്ടുപോയ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മദീന വിട്ടുപോയ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ ഇല്ല, എൻ്റെ റസൂലുള്ളാഹിക്ക് മരണമുണ്ടാവുകയില്ല, എൻ്റെ റസൂല് മരിക്കില്ലെന്ന് പറഞ്ഞ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതൊക്കെ പ്രണയത്തിൻ്റെ വലിയ തലങ്ങളാണ്, വ്യത്യസ്ത ഭാഗങ്ങളാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, അങ്ങനെ തുടങ്ങി എത്ര ബഹുമാനപ്പെട്ട മഹദിമാർ. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, അവരവരുടെ ജീവൻ കൊടുത്തത്, അവരുടെ രക്തം കൊടുത്തത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ഹബീബിൻ്റെ മുൻപല്ല് ഉഹദിൻ്റെ രണാങ്കണത്തിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഇനി ജീവിതത്തിൽ പല്ല് വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം പല്ല് കുത്തിപ്പൊട്ടിച്ച സ്വഹാബത്ത്. റസൂലുള്ളാഹില്ലാത്ത ഈ ലോകം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ട് 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച സ്വഹാബത്ത്. എത്ര പ്രണയത്തിൻ്റെ കഥകളാണ് നമുക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, യമനിലെ ഖർൻ എന്ന നാട്ടിൽ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ഒരു ഭ്രാന്തനെ പോലെ നടന്ന വ്യക്തിയായിരുന്നു. എല്ലാ ദിവസവും ഖറൻ അങ്ങാടിയിൽ അദ്ദേഹം വരും. രാവിലെ വന്നിട്ട് അവിടെയുള്ള കച്ചവടക്കാരോട്, യാത്രക്കാരോട്, കാഫില കൂട്ടങ്ങളോട് ചോദിക്കും, ഹൽ മിൻ മദീന, മദീനത്ത് നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ കെട്ടിപ്പിടിച്ച് അവരെ നെറ്റിത്തടം ചുംബിച്ച് കണ്ണ് ചുംബിക്കുമായിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? ലിമഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുള്ള മഹബ്ബത്ത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ഇഷ്കിൻ്റെ ഭാഗമായിരുന്നു അത്. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട മഹാന്മാരുടെയൊക്കെ പ്രണയത്തിൻ്റെ കഥകൾ പറയുമ്പോൾ നമ്മുടെ ഒന്നുമല്ല. നാം എന്തെങ്കിലുമൊക്കെ ചെറുത് ചെയ്യുമ്പോഴേക്ക് അതൊക്കെ എന്തോ വലിയ സംഭവമായി നമുക്ക് തന്നെ തോന്നുകയാണ്, അല്ലെങ്കിൽ പിശാച് തോന്നിപ്പിക്കുകയാണ്. ഒന്നുമല്ല. നാം മഹാന്മാർ ഇന്നലകളിൽ ചെലവഴിച്ച അത്ര റസൂലുള്ളാഹിക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇനിയെങ്കിലും നമ്മുടെ ജീവിതം നമ്മുടെ ഹബീബ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാകണം. ഹബീബായ തങ്ങളെ സ്നേഹിക്കണം. ഹബീബായ തങ്ങളിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഹബീബായ തങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഉസ്താദുമാരെ, നമ്മുടെ മശായിഖന്മാരെ, നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരെ നമ്മൾ സ്നേഹിക്കണം. അവരിലൂടെ അങ്ങനെ കണ്ണിയായി നമുക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണം. അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ പ്രണയിക്കാൻ പറ്റണം. അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ, മഹബത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ലോകം സ്നേഹം കൊണ്ട് ഭരിക്കാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇത്രയും ദിവസങ്ങൾ നാം പറഞ്ഞതും ചർച്ച ചെയ്തതും നമ്മൾ കേട്ടതും ആസ്വദിച്ചതുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ഈ വിശുദ്ധമായ റബീഇൽ നാം ചെയ്ത ഏറ്റവും നല്ല കർമ്മമായി, ഏറ്റവും നല്ല പ്രവർത്തനമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോ ദിവസവും അല്പനിമിഷങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചതും നിങ്ങൾ കേട്ടതും പഠിച്ചതും പകർത്തിയതും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തതും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തതും എല്ലാം അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകന്മാർ ധാരാളമുണ്ട്. പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ, അവർക്കൊക്കെയും അള്ളാഹു തആല ഖൈറും ബറക്കത്തും അർഹമായ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഈ ഒരു പരിശുദ്ധമായ തങ്ങളുടെ 1500-ാമത്തെ മീലാദിൽ തങ്ങൾക്കുള്ള ഒരു വലിയ ഹിദ്മത്തായി അള്ളാഹു അവരിൽ നിന്നും നമ്മിൽ നിന്നും എല്ലാം ഇതിനെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, മഹല്ലി നിവാസികൾ, മുഹിബ്ബീങ്ങൾ, നമ്മുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇൻഷാ അള്ളാഹ് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.